ജനങ്ങളും സർക്കാരും തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. തിരൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടന്ന റോഡ് ഷോയിൽ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ അതിൽ സത്യവാനും നീതിമഹാമായ തിരൂരിലെ കുറുക്കോളി മൊയ്തീന്റെ പേര് ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടെന്നും ഷാഫി കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, അടുത്ത വിഷയത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണി ഒരു സംശയം വേണ്ട, അത് ഐക്യജനാധിപത്യം എന്നതാണ് എന്ന കാര്യത്തിന് ഒരു സംശയം നമുക്ക് വേണ്ട. ഐക്യജനാധിപത്യം എന്നത് അധികാരത്തിൽ വന്ന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോ ഈ തിരൂരിന്റെ മണ്ണിന്റെ പേര് വിളിക്കുമ്പോ അത് കുറുക്കോളി മൊയ്തീനായിരിക്കണം എന്നുള്ളത് നിങ്ങളെല്ലാവരും ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന പോരാട്ടമല്ല, ഇത് ഈ ജനവിരുദ്ധ സർക്കാരും ജനങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. അതിൽ ജനങ്ങൾ ജയിക്കണം. ജനങ്ങൾ ജയിക്കണമെങ്കിൽ തിരൂരിന്റെ മണ്ണിൽ കുറുക്കോളി ജയിക്കണം. സത്യസന്ധനും നീതിമാനുമായ ഒരു പൊതുപ്രവർത്തകൻ ഒരാളുടെ പടച്ചാക്കിന്റെ വീട്ടിലും തോറ്റൂടാ. അതൊരു വിടുതയുടെ രാശിയാണ്, തീരുമാനമാണ്. അത് നിങ്ങൾ നോക്കിക്കൊള്ളുന്നു. റോഡ് ഷോയെ അഭിവാദ്യം ചെയ്യാൻ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ വൻ ജനാവലി തടിച്ചുകൂടിയിരുന്നു. ഈ ചാനൽ ന്യൂസ് തിരൂർ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.